ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അമ്മ മടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അമ്മേ എന്ന രണ്ടക്ഷരം ഒരുപക്ഷെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ പോരായ്മകൾ കാണിച്ചു തന്ന് നമ്മളെ ഉപദേശിച്ചു കൊണ്ടിരുന്ന നമ്മുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും എപ്പോഴും എന്തിനാ അമ്മ നമ്മളെ കുറ്റപ്പെടുത്തുന്നതെന്ന്. പക്ഷേ അമ്മ എന്ന് പറയുന്ന വ്യക്തി, അമ്മ കാണിച്ചു തരുന്ന ഓരോ മൈനസ് പോയിന്റും അല്ല ഓരോ തെറ്റുകളും ഒരുപക്ഷെ നമ്മുടെ വിജയത്തിൻ്റെ ഓരോ മുന്നോടിയാണ്, ഓരോ സ്റ്റെപ്പുകളുമാണ്. ഒരുപക്ഷെ നമുക്ക് അപ്പോൾ ഇതൊന്നും മനസ്സിലാകത്തില്ലായിരിക്കാം. പിന്നീടുള്ള വർഷങ്ങളിലാണ് നമ്മളിതൊക്കെ ഒന്ന് ബോധ്യപ്പെട്ട് വരിക. അപ്പോൾ അമ്മയോടുള്ള സ്നേഹം നമുക്ക് ആഴത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച യോഹന്നാനെ എന്ന് നോക്കിക്കേ. വെളിപാട് പുസ്തകത്തിലൂടെ ലോകത്തിന് മുന്നിൽ ഇന്ന് എത്ര വ്യക്തമായിട്ട് വെളിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ നന്മ മാത്രമാണ് എന്ന് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് നമുക്ക് കൊണ്ടുവരാം. അമ്മയെ സ്നേഹിക്കുന്നവൻ നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കും. അതുപോലെ അമ്മയെ വേദനിപ്പിക്കാതിരിക്കാനും കൂടി നമുക്ക് ശ്രമിക്കാം. കാരണം അമ്മ കരയാൻ ഇടവരരുത് എന്ന് നമുക്ക് ഹൃദയത്തിൽ തീരുമാനം. സുഭാഷിതങ്ങൾ 31:15 പറഞ്ഞു തരുന്നു: പുലർച്ചയ്ക്ക് മുൻപേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരകർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. യെശയ്യാ 49:15 പറഞ്ഞു തരുന്നു: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ വായ തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ. ദയാമത്സരമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. സുഭാഷിതം 31:26 പറഞ്ഞു തരുന്നു. റൂത്ത് പറഞ്ഞു: അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. റൂത്ത് 1:16. ഇതുപോലെ റൂത്തിനെ പോലെ പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ ആ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. സ്വന്തം അമ്മയെ പോലെ പരിശുദ്ധ അമ്മയെ ഏറ്റെടുത്ത് യോഹന്നാനെ പോലെ നമ്മളും ആയിത്തീരണം. അമ്മയുടെ സാന്നിധ്യമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ സമൃദ്ധിയും അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും. ആമേൻ. This is Sweet and Bitter Spiritual Program. Join with us and share to your friends.